ബെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് വെയർ ജസ്റ്റിസ് ഈസ് അഡ്മിനിസ്ട്രേഡ്, അതായത് നീതി നിർവഹണം നടക്കുന്ന സ്ഥലം കോടതി എന്നൊരർത്ഥം കൂടിയുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയിലെയും സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ഫുൾ ബെഞ്ച്, ലാർജർ ബെഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ എത്ര പേർക്കറിയാം? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഹൈക്കോടതികളുടെയും നമ്മൾ സുപ്രീം കോടതിയും ചീഫ് ജസ്റ്റിസുമാരെ മാസ്റ്റർ ഓഫ് ദ റോസ്റ്റർ എന്നാണ് പറയപ്പെടുന്നത്. റോസ്റ്റർ എന്ന് പറഞ്ഞാൽ പട്ടിക, ഷെഡ്യൂൾ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. മാസ്റ്റർ ഓഫ് ദ റോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികയിലെ പ്രധാനി അല്ലെങ്കിൽ ഫസ്റ്റ് എമംഗ്സ് ഈക്വൽസ്, തുല്യരിൽ ഒന്നാമൻ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. നമ്മളെ ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാരാണ് ഏതൊക്കെ കേസുകൾ ഏതൊക്കെ ജഡ്ജിമാർ കേൾക്കണമെന്നും ഏതൊക്കെ ബെഞ്ചുകൾ രൂപീകരിക്കണമെന്നും തീരുമാനമെടുക്കുന്നത്. സിംഗിൾ ബെഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ ഒരു ജഡ്ജി നയിക്കുന്ന ഒരു കോടതിയാണ്. സിംഗിൾ ബെഞ്ചിൻ്റെ വിധികൾക്ക് മുകളിൽ അപ്പീൽ അധികാരമുള്ള കോടതിയാണ് രണ്ടോ അതിലധികമോ ജഡ്ജിമാർ ഉള്ള ഡിവിഷൻ ബെഞ്ച്. ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലിരിക്കുന്ന ഒരു കേസിൻ്റെ പ്രാധാന്യം കൊണ്ട് കൂടുതൽ ജഡ്ജിമാർ അംഗങ്ങളായ ഒരു ബെഞ്ച് അത് കേൾക്കേണ്ടി വരുമ്പോഴാണ് ഒരു ലാർജർ ബെഞ്ച് രൂപീകരിക്കുന്നത്. ഒരു കേസിൻ്റെ പ്രാധാന്യം കൊണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒരു ബെഞ്ച് അത് കേൾക്കണമെന്ന അവസ്ഥ വരുമ്പോഴാണ് ഒരു ഫുൾ ബെഞ്ച് രൂപീകരിക്കുന്നത്. ഭരണഘടനാപരമായ തർക്കങ്ങൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കൂടുതൽ ജഡ്ജിമാരുള്ള ഒരു ബെഞ്ച് കേൾക്കേണ്ടി വരുന്ന സമയങ്ങളിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് അഥവാ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത്. ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെയർ ഇറ്റ് മാക്സിമം.